തിരഞ്ഞെടുപ്പെടുത്തു സീറ്റിനു വേണ്ടിയുള്ള തർക്കങ്ങളും മുറുകിക്കൊണ്ടിരിക്കുകയാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മൂന്നാമതൊരു സീറ്റ് മുസ്ലിം ലീഗിന് വേണമെന്ന ഉറച്ച നിലപാടാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളതെന്ന് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ലീഗിന് മൂന്നാം സീറ്റ് നൽകേണ്ടതില്ലെന്ന് UDF-ൽ ധാരണയായെന്ന വാർത്തകൾ തെറ്റാണെന്നും ലീഗ് നേതാവ് വ്യക്തമാക്കി. ഇത്തവണ അധികമായി ഒരു സീറ്റ് മുസ്ലിം ലീഗ് ചോദിച്ചിട്ടുണ്ട്. അത് തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്നാണ് അവർ പറയുന്നത്. പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ സ്ഥലത്തില്ല. അദ്ദേഹം വന്ന ശേഷം പാർട്ടി കമ്മിറ്റി കൂടും. കാര്യമായ ചർച്ചകൾക്ക് സമയമുണ്ട്. കുറെ സീറ്റുകളുമുണ്ട്. വേണമെങ്കിൽ തരാവുന്നതേ ഉള്ളൂ. ഇത് സംബന്ധിച്ച് ചർച്ചകൾ നടക്കാനിരിക്കുന്നതേ ഉള്ളൂ എന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. ഇപ്പോൾ ഇത് സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് UDF-ലെ ഘടകകക്ഷികളായ കോൺഗ്രസിന്റെ ആദ്യഘട്ട ചർച്ചകൾ പൂർത്തിയായി. മുന്നണിയിലെ ചെറു പാർട്ടികളായ CMP, ഫോർവേഡ് ബ്ലോക്ക് എന്നീ പാർട്ടികളുമായി ഒന്നാം ഘട്ട ആശയവിനിമയം പൂർത്തിയായതോടെ ഇനി സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് അധിക സീറ്റ് ആവശ്യപ്പെടുന്ന മുസ്ലിം ലീഗുമായും സീറ്റ് മാറ്റ ചർച്ചകൾ കേരള കോൺഗ്രസുമായും നടക്കും. മലബാർ മേഖലയിൽ ലീഗ് ഒരു സീറ്റ് അധികം ആവശ്യപ്പെടുന്നുണ്ട്. മലപ്പുറത്തിനും പൊന്നാനിക്കും പുറമെ മൂന്നാം സീറ്റാണ് ലീഗിന്റെ ആവശ്യം. രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ലെങ്കിൽ വയനാട് സീറ്റ് വേണമെന്ന് ആവശ്യപ്പെടാനാണ് ലീഗ് ഉന്നമിടുന്നത്. ഇതിനു പുറമെ കണ്ണൂർ, വടകര മണ്ഡലങ്ങളിലും ലീഗിന് നോട്ടമുണ്ട്. നിലവിൽ സിറ്റിംഗ് സീറ്റുകൾ വിട്ടു നൽകാൻ കഴിയില്ലെന്ന നിലപാടിലാണ് കോൺഗ്രസ് ഉള്ളത്. അവിടെയും ലീഗ് ബലം പിടിച്ചു നിൽക്കുകയാണ്. കോട്ടയം സീറ്റിന്റെ പേരിലാണ് കേരള കോൺഗ്രസുമായി ഇപ്പോൾ തർക്കമുള്ളത്. കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് എമ്മിനായിരുന്നു കോട്ടയം സീറ്റ്. എന്നാൽ ജോസ് കെ മാണി LDF-ലേക്ക് ചേക്കേറിയതോടെ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്നും അച്ചുമ്മനെ അവിടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കണമെന്നും പറയുന്നുണ്ട്. ഇതിനു മുൻപ് അച്ചുമ്മൻ രാഷ്ട്രീയത്തിലേക്കിട്ട് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ മകളായി മാത്രം അറിയപ്പെടാനാണ് ആഗ്രഹിക്കുന്നതെന്നും പറഞ്ഞതാണ്. പക്ഷേ പാർട്ടി നിർബന്ധിച്ചാൽ അച്ചുമ്മൻ അനുസരിക്കുമോ എന്നും അറിയില്ല. അതും കണ്ടറിയേണ്ട കാര്യമാണ്. എന്നാൽ ഇതേ സമയം കേരള കോൺഗ്രസ് കോട്ടയം സീറ്റിനായി ആവശ്യം ഉന്നയിച്ച് കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലായി കേരള കോൺഗ്രസ് ജേക്കബ് RSP നേതാക്കളുമായി ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു. കൊല്ലം സീറ്റ് RSPക്ക് നൽകാൻ ധാരണയായിട്ടുണ്ട്. അടുത്ത ഘട്ട ചർച്ച 5-ാം തീയതിയാണ് നടക്കുന്നത്. സീറ്റ് ധാരണ അന്ന് അന്തിമമായേക്കുമെന്നും ഒരു പ്രതീക്ഷയിലാണ്. 5-ാം തീയതിക്കുള്ളിൽ സീറ്റ് ധാരണ ആയില്ലെങ്കിൽ സ്ഥാനാർത്ഥി നിർണയമടക്കം താമസിക്കാനും കാലേക്കൂട്ടി പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നതിൽ തടസ്സം നേരിടുമെന്ന് ചില നേതാക്കൾ ആശങ്കപ്പെടുന്നുണ്ട്. ഇത് മുന്നിൽ കണ്ടാണ് സീറ്റ് ചർച്ചകൾ വേഗത്തിൽ നടത്തുന്നത്.